ലക്ഷ്മിയുടെ രണ്ടാനച്ഛനാണെങ്കിലും മോളെ അച്ഛാന്നേ വിളിച്ചിട്ടുള്ളൂ. അപ്പോ ഈ ചടങ്ങിന് നിങ്ങൾ രണ്ടാളും പങ്കെടുക്കേണ്ടതാ. പിന്നെ അവിടെ വന്നാലും ഈ ചടങ്ങ് എങ്ങനെ മുടക്കാന്നല്ലേ ചിന്തിക്കുള്ളൂ രണ്ടാളും. ഇങ്ങനൊരു ചടങ്ങുണ്ടെന്ന് ഞങ്ങളോട് നിന്റെ മോളും മരുമോനും ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനെ അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റില്ല. പിന്നെ കൂടുതലൊന്നും പറയണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ലക്ഷ്മിയുടെ മോളുടെ നൂലുകെട്ടിന് പോവുകയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. അല്ലെങ്കിൽ കവളത്ത് പാടുമായിട്ട് നീ പോവും. ഇനി എന്റെ കവിളത്ത് നിങ്ങൾ പാടുണ്ടാക്കിയ ഞാനായിരിക്കില്ല അതിന് മറുപടി പറയുന്നത്. അതും കൂടി ഓർത്തോ. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയിൽ അവളൊന്ന് പിടിച്ച് തള്ളിയ നീ മുതുകിടിച്ചു വീഴും. അതിന്റെ കൂടെ അവളുടെ കവിളത്തെ പാട് കണ്ടിട്ട് ആ മാർക്കോ എങ്ങനെ ഇവിടെ വന്ന പിന്നെ നീ അന്തരീക്ഷത്തിലായിരിക്കും പ്രതാപ. അതുകൊണ്ട് നമുക്കിനി വെല്ലുവിളി ഒന്നും വേണ്ട മോനെ. തടി കേടാകാതെ ആ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും തല്ലുവോ കൊല്ലുവോ ഒക്കെ ചെയ്യാം. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് വിശ്വനാഥന്റെ പ്രേതത്തെയൊന്നുമല്ല, അവനെയാ, ആ മാർക്കോയെ. ഉറങ്ങിയോ? നൂലുകെട്ട് കഴിഞ്ഞാ കൊണ്ടുപോകത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുറച്ചു ദിവസം കഴിയുമ്പോ മോളെ അങ്ങ് കൊണ്ടുപോയില്ല അനന്തോട്ടാ. നീ എന്തിനല്ലേക്കെ എപ്പോഴും ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത്? സത്യം പറയാലോ, ഇവിടെ വന്ന ശേഷം പെട്ടെന്ന് തിരിച്ചു പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 1 വർഷം കഴിഞ്ഞ് ഈ കുഞ്ഞ് ജനിച്ച ശേഷം നമുക്കിവിടെ എത്തിയാൽ മതിയായിരുന്നു. അതായിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും ഫീലിങ്സ് ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ കുഞ്ഞമ്മയുടെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ മുതൽ മഹിയെ നോക്കിയത് നീയാ. ശരിക്കും പറഞ്ഞാൽ രണ്ടാളും ഒരേ സമയത്ത് അമ്മയായെന്ന് പറയാം. എല്ലാവർക്കും അങ്ങനൊരു ഭാഗ്യം ഉണ്ടായല്ലോ. പക്ഷെ നമുക്ക് മാത്രം. കാരണവരെത്തി, കുഞ്ഞിന്റെ അച്ഛൻ. സാഗറെത്തിയ മഞ്ജു എവിടെ? അകത്ത് മേഡോട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ആരാ ഈ വന്നിരിക്കുന്നേ? മോളുടെ അച്ഛനല്ലേ? മോളുടെ അച്ഛൻ വന്നു. കയ്യിൽ വലിയൊരു പൊതിയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോടാ. കുഞ്ഞിന് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എടാ, ഞാനാടാ കുഞ്ഞിന്റെ അച്ഛൻ. അപ്പൊ മോക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ അച്ഛനെന്നുള്ള അവകാശമൊന്നും വേണ്ട. കുഞ്ഞിനെ 2 അച്ഛന്മാരും 2 അമ്മമാരും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ചിന്തയിൽ തന്നെ ജീവിക്കുന്നത്. ഇനി ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ കുഞ്ഞ കണ്ണേട്ടാ. അപ്പൊ ഞങ്ങൾക്കൊരു മോള് ജനിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കില്ലായിരുന്നോ? എന്ന് ചോദിച്ചാ ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പഴാ ജീവിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടായേ.